അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുൽക്കിലെ 22, 23, 24 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മെയെല്ലാം ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അഥവാ അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ അതവൻ പിടിച്ചു വെച്ചാലും, അതേപോലെ തന്നെ അവൻ നമുക്ക് ഇറക്കി തരുന്ന ഉപജീവനങ്ങളും നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്ന ഉപജീവന മാർഗങ്ങളുമെല്ലാം തടഞ്ഞു വെക്കപ്പെട്ടാലും പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് തരുവാൻ അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെ നമുക്കില്ല എന്ന യാഥാർത്ഥ്യം അത് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഉണർത്തുകയും ചെയ്തു. വാസ്തവത്തിൽ ഇതെല്ലാം തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആലോചിച്ചറിയാവുന്ന സ്പഷ്ടമായ യാഥാർത്ഥ്യങ്ങളാണെന്നും, എന്നിട്ടും അവർ സത്യത്തെ ധിക്കരിച്ചുകൊണ്ടും വെറുത്തുകൊണ്ടും തന്നെ കഴിഞ്ഞുകൂടുകയാണെന്നും, പിന്നെ എങ്ങനെയാണ് അവർക്ക് രക്ഷ കിട്ടുക എന്നുമൊക്കെ അതിൻ്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ചേർത്തി പറയുകയും ചെയ്തു. ശേഷം ഒരു ഉപമയിലേക്ക് പ്രവേശിക്കുകയാണ് അടുത്ത വചനത്തിൽ. 22-ാമത്തെ വചനം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. ആയത്തിൻ്റെ അർത്ഥം, അപ്പോൾ മുഖം നിലത്ത് കുത്തിക്കൊണ്ട് നടക്കുന്നവനാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ, അതല്ല നേരെയുള്ള പാതയിലൂടെ ശരിക്ക് നടക്കുന്നവനാണോ, ചൊവ്വായ രീതിയിൽ നടക്കുന്നവനാണോ? അഫമൻ യംശി, അപ്പോൾ നടക്കുന്നവനാണോ, മുകിബ്ബൻ നിലത്ത് കുത്തിക്കൊണ്ട്, അലാ വജ്ഹിഹി തന്റെ മുഖം, അഥവാ നേരെ തല തീക്കാന്നൂക്കാക്കി നടക്കുന്ന, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമോ ഒരു അർത്ഥമോ ഇല്ലാത്ത രീതിയിൽ ജീവിതം എന്തിനാണെന്ന് പോലും അറിയാത്ത രീതിയിൽ യാതൊരു കൂസലുമില്ലാതെ ജീവിക്കുന്ന അവനാണോ അഹ്ദ ഏറ്റവും സന്മാർഗം പ്രാപിച്ചവനായത്? അമ്മൻ യംശി, അതല്ല നടക്കുന്നവനാണോ, സവിയ്യൻ ശരിക്ക് നടക്കുന്നവനാണോ, അല്ലെങ്കിൽ ചൊവ്വായ രീതിയിൽ നടക്കുന്നവനാണോ, അലാ സിറാത്തിൻ മുസ്തഖീം നേരായ പാതയിലൂടെ. അപ്പൊ നേരായ പാതയിലൂടെ ചൊവ്വായ രീതിയിൽ ശരിക്ക് നടക്കുന്നവനാണോ സന്മാർഗം പ്രാപിച്ചിട്ടുള്ളത് എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഉദാഹരണമാണ്. വഹദ മസലുൻ ദറബഹുല്ലാഹു ലിൽ മുഅ്മിനി വൽ കാഫിർ. ഒരു മുഅ്മിനെയും കാഫിറിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉതകും വിധത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് വിവരിച്ചു തരുന്ന ഒരു ഉപമ കൂടിയാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ്. ഫൽ കാഫിറു മസലുഹു ഫീമാ ഹുവ ഫീഹി കമസലി മൻ യംശി മുകിബ്ബൻ അലാ വജ്ഹി. അപ്പോൾ ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം മുകിബ്ബൻ അലാ വജ്ഹിഹി മുഖം നിലത്ത് കുത്തി നടക്കുന്നവന് സമാനമാണ് എന്നാണ്. അഥവാ കൃത്യമായ ജീവിത പാത എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാതെ ജീവിക്കുകയുമാണ് ഒരു കാഫിർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നാണ്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല, അല്ലെങ്കിൽ താൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നൊരു ലക്ഷ്യബോധവും അവനില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല മുഖം നിലത്ത് കുത്തി നടക്കുന്നവൻ എന്ന് അവനെ സംബന്ധിച്ച് ഉപമിച്ചിട്ടുള്ളത് എന്നാണ്. യംശി മുൻഹനിയൻ ലാ മുസ്തബിയൻ അലാ വജ്ഹിഹി, കൃത്യമായ രീതിയിലല്ല അവൻ നടക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 കാലും നിലത്ത് കുത്തിക്കൊണ്ടായിരിക്കും അവൻ നടക്കുക. എന്നാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ നടക്കുന്നത് മുഖം നിലത്ത് കുത്തിക്കൊണ്ടാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു മാർഗദർശനം അവനെ നിയന്ത്രിക്കുവാനും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ജീവിക്കണമെന്നോ അതല്ലെങ്കിൽ എന്താണ് സ്വീകരിക്കേണ്ടത് എന്നോ, ലാ യദ്രി ഐന യസ്ലുക് എങ്ങോട്ട് പ്രവേശിക്കണമെന്നോ, വലാ കൈഫ യദ്ഹബ് എങ്ങനെ പ്രവേശിക്കണമെന്നോ, എങ്ങനെ സഞ്ചരിക്കണമെന്നോ, ജീവിതത്തിൽ എങ്ങനെ കഴിച്ചു കൂട്ടണമെന്നോ ഒന്നും അവന് കൃത്യമായ ഒരു മാർഗദർശനമില്ലാതെ വഴിവഴച്ചവനായിക്കൊണ്ട് വിഭ്രാന്തിയുള്ളവനെ പോലെ അവനിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. ആ രീതിയിൽ ഇങ്ങനെ ജീവിക്കുന്ന ഈ മനുഷ്യനാണോ അഹാദ അഹ്ദ, അവനാണോ സന്മാർഗം പ്രാപിച്ചവനായവൻ? അതല്ല അമ്മൻ യംശി സവിയ്യൻ, ജീവിതത്തിന് കൃത്യമായ ഒരു അർത്ഥവും ആശയവുമുള്ള, അവൻ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പ്രാമാണികമായി തെളിവുമുള്ളൊരു മനുഷ്യൻ, അവനാണോ സന്മാർഗം പ്രാപിച്ചവനായിട്ടുള്ളത്? അഥവാ മുൻതസിബൽ ഖാമത്തി, ചൊവ്വായ രീതിയിൽ ജീവിക്കുന്ന, നടു ഉയർത്തിക്കൊണ്ട് നല്ല രീതിയിൽ നടക്കുന്ന അവനാണോ സന്മാർഗം പ്രാപിച്ചവനായത്? അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഐ അലാ ത്വരീഖിൻ വാദിഹിൻ ബയ്യിനിൻ,
വ്യക്തവും സ്പഷ്ടവുമായുള്ള മാർഗങ്ങൾ അവന്റെ മുന്നിൽ അവന്റെ മാർഗദർശിയായിക്കൊണ്ട് ഉണ്ടായിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ വഹുവ ഫീ നഫ്സിഹി മുസ്തഖീം, അവൻ ചൊവ്വായ പാതയിലാണ്. വതരീഖുഹു മുസ്തഖീമത്തുൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാർഗങ്ങളും അവന് വ്യക്തമായിരിക്കും. എങ്ങനെ ജീവിക്കണമെന്നും എന്ത് ഭക്ഷിക്കണമെന്നും എന്ത് അരുത് എന്നുമൊക്കെയുള്ള കൃത്യമായ മാർഗദർശനങ്ങൾ അവന്റെ മുന്നിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന അവനാണോ അഹ്ദ, അവനാണോ സന്മാർഗിയായിട്ടുള്ളവൻ എന്നാണ്. അഥവാ ഈ ഉദാഹരണം ഒന്നും കൂടി വ്യക്തമായി കൊണ്ട് പറയുകയാണെങ്കിൽ, ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് മനുഷ്യന്മാർ, അതിലൊന്നാമനെ സംബന്ധിച്ചിടത്തോളം അവൻ നടന്നു നീങ്ങുന്നത് എങ്ങോട്ടാണെന്ന് അവൻ അറിയില്ല. അതേപോലെ തന്നെ എന്തിനാണ് ഞാൻ നടന്നു നീങ്ങുന്നത് എന്നും അറിയില്ല. അതേപോലെ തന്നെ അവൻ നടക്കുന്നതാകട്ടെ ആകെ വികൃതമായിക്കൊണ്ട് തല തീക്കാൻ തൂക്കായിട്ടൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്നൊരു മനുഷ്യനാണോ സന്മാർഗിയായിട്ടുള്ളത്? അതല്ല, രണ്ടാമത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നടന്നു നീങ്ങുന്നത് എങ്ങോട്ടാണ് എന്ന് അവൻ അറിയാം, എന്തിനാണ് അവൻ നടക്കുന്നത് എന്നും അറിയാം, എങ്ങനെ നടക്കണമെന്നും അവന്റെ പക്കൽ ബോധ്യമുണ്ട്. അതേപോലെ തന്നെ അവൻ നടന്നു നീങ്ങുന്നതോ വളരെ മാന്യമായിക്കൊണ്ട് മനുഷ്യന്മാർ നടക്കുന്ന പോലെ രണ്ടു കാലം ഉപയോഗിച്ച് മാന്യമായിക്കൊണ്ടാണ് അവൻ നടന്നു പോകുന്നത്. അപ്പൊ ഈ മനുഷ്യനാണോ സന്മാർഗിയായിട്ടുള്ളത്, ആദ്യം പറഞ്ഞ ആ മനുഷ്യനാണോ സന്മാർഗിയായിട്ടുള്ളത് എന്ന് ഈ ആയത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമ ഇട്ട് തന്നുകൊണ്ട് നമ്മെ ഉണർത്തുകയാണ്, ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊരു ഉപമയാണ് എങ്കിലും അത് കേവലം ഒരു ഉപമയായിക്കൊണ്ട് മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. മറിച്ച് ഹാദാ മസലുഹും ഫിദ്ദുനിയ, ഭൗതിക ലോകത്ത് ദുനിയാവിൽ ഇതൊരു ഉപമയായിക്കൊണ്ട് ചിത്രീകരിക്കാൻ സാധിക്കുമെന്നാൽ വകദാലിക യകൂനൂന ഫിൽ ആഖിറ, പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ഇപ്രകാരം തന്നെയായിരിക്കും അവർക്ക് ഏൽക്കേണ്ടി വരിക എന്നാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഫൽ മുഅ്മിൻ യുഹ്ശറു യംശി സവിയൻ അലാ സിറാത്തി മുസ്തഖീം, അവൻ പുനർജീവിപ്പിക്കപ്പെടുന്നത് ചൊവ്വായ രീതിയിൽ തന്നെയായിരിക്കും. രണ്ട് കാലുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും അവൻ നടക്കുന്നത്. അതേ രീതിയിൽ തന്നെ മുഫ്ദിൻ ബിഹി ഇലൽ ജന്നത്തിൽ ഫൈഹാ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതായ സ്വർഗത്തോപ്പുകളിലേക്ക് അവൻ ആ രണ്ട് കാലം ഉപയോഗിച്ച് ഇങ്ങനെ നടന്നു നീങ്ങുന്നതുമായിരിക്കും. എന്നാൽ ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം വഅമ്മൽ കാഫിർ ഫഇന്നഹു യുഹ്ശറു യംശി അലാ വജ്ഹിഹി ഇലാ നാരി ജഹന്നം, മുഖം കുത്തിക്കൊണ്ടായിരിക്കും അവൻ പുനർജീവിപ്പിക്കപ്പെടുന്നത്. അതേ രീതിയിൽ തന്നെയായിരിക്കും നരകത്തിലേക്ക് അവൻ വലിച്ചിഴക്കപ്പെടുന്നതും എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഥവാ ചുരുക്കി പറഞ്ഞാൽ നേർക്ക് നേരെ ചൊവ്വായ മാർഗത്തിലൂടെ ശരിക്കും നടന്നു പോകുന്നവരും വക്രമായ വഴിയിലൂടെ മുഖം കുത്തിമറിഞ്ഞും വീണും കൊണ്ട് പോകുന്നവരും ഒരിക്കലും തന്നെ സമമാവുകയില്ലല്ലോ എന്നാണ്. ഇവരിൽ ആരാണ് ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരുക എന്ന് പറയേണ്ടതില്ലാത്ത പക്ഷം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലെയാണ് സത്യവിശ്വാസികളുടെയും അവിശ്വാസികളുടെയും സ്ഥിതിഗതികൾ ഉണ്ടായിരിക്കുക. ഭൗതിക ലോകത്ത് സത്യത്തെയും സത്യത്തിന്റെ പാതയെയും നേരിട്ട് കണ്ടിട്ടും അതിലേക്ക് പ്രവേശിക്കാതെ മനഃപൂർവ്വം അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ദുർഘടം നിറഞ്ഞ പാതയിലേക്ക് പ്രവേശിക്കുകയും അതിൽ ആനന്ദപുളകിതനായി ജീവിക്കുകയും ചെയ്യുന്ന ഏതൊരു സത്യനിഷേധിയും പരലോകത്ത് മുഖം കുത്തിക്കൊണ്ടായിരിക്കും നരകത്തിലേക്ക് എഴുന്നള്ളപ്പെടുക എന്നാണ്. ഇതൊരു ഉപമയായിക്കൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇപ്രകാരം തന്നെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നത് പ്രമാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം തന്നെ ഭൗതിക ലോകത്ത് അവർ സത്യത്തിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞതിന്റെയും അള്ളാഹുവിനോടും അവന്റെ കൽപ്പനകളോടും ധാർഷ്ട്യവും ധിക്കാരവും കാണിച്ചതിന്റെയും ഫലമായിക്കൊണ്ടാണ് അവർക്ക് ഏൽക്കേണ്ടി വരുന്നത്. അറാദ ബിമൻ യംശി മുകിബൻ അലാ വജ്ഹിഹി മൻ യുഹ്ശറു അലാ വജ്ഹിഹി ഇലന്നാർ. സത്യത്തെ നിഷേധിച്ചുകൊണ്ട് പരലോക മോക്ഷത്തിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ ഇഹലോകത്ത് കൃത്യമായൊരു ധാരണയില്ലാതെ തോന്നിയ രൂപത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയവരായുള്ള സത്യനിഷേധികൾ അവർ മുഖം കുത്തിക്കൊണ്ട് നരകത്തിലേക്ക് എഴുന്നള്ളപ്പെടുന്നതായിരിക്കും. വമൻ യംശി സവിയൻ മൻ യുഹ്ശർ അലാ ഖദമൈഹി ഇലൽ ജന്ന, എന്നാൽ ഇഹലോകത്ത് കൃത്യമായ ധാരണയോടുകൂടി പ്രാമാണികമായി കൊണ്ട് ജീവിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിരോധനകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഭൗതിക ലോകത്ത് ജീവിച്ചിരുന്ന അതേപോലെ തന്നെ രണ്ട് കാലുകളിലായിക്കൊണ്ട് അവർ സ്വർഗത്തോപ്പുകളിലേക്ക് നടന്നു നീങ്ങുന്നതായിരിക്കും എന്നാണ്. സത്യനിഷേധികളുടെ ഈ ഒരു രൂപം അത് ചിത്രീകരിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രായിലെ 97-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം എന്നാണ്. അവരെ അന്ത്യനാളിൽ നാം അവരുടെ മുഖങ്ങളിലായിക്കൊണ്ടായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്നാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ
നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് കൈഫ യുഹ്ശറുൻ നാസ് അലാ വുജൂഹിഹിം, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് ജനങ്ങൾ അല്ലാഹുവിനെ നിഷേധിച്ചവരായുള്ള കാഫിരീങ്ങൾ അല്ലെങ്കിൽ മുശ്രിക്കീങ്ങൾ ഈ ഇഹലോകത്തെ പരലോകത്തെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ജീവിച്ചവരായ ഈ മനുഷ്യർ മുഖം കുത്തിക്കൊണ്ട് എങ്ങനെയാണ് പുനർജീവിപ്പിക്കപ്പെടുന്നത്, അവരെങ്ങനെയായിരിക്കും നടക്കുക എന്ന് ഒരു സംശയം എന്ന രീതിയിൽ ആ മനുഷ്യൻ പ്രവാചകരോട് ചോദിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് കൊടുക്കുന്ന മറുപടി ഹദീസിൽ കാണാം, അലൈസല്ലദീ അംശാഹും അലാ അർജുലിഹിം ഖാദിറൻ അലാ അൻ യുംശിയഹും അലാ വുജൂഹിഹിം, രണ്ട് കാലുകളിൽ നടത്താൻ കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു തആലക്ക് മുഖം കൊണ്ട് നടത്താൻ എന്തേ കഴിയില്ല എന്നുണ്ടോ? അഥവാ രണ്ട് കാലിൽ ഭൗതിക ലോകത്ത് മനുഷ്യനെ നടത്തിച്ച അല്ലാഹു സുബ്ഹാനഹു തആല ആ അല്ലാഹ്ക്ക് മുഖം കൊണ്ട് പരലോകത്ത് ആ മനുഷ്യന്മാരെ നടത്തിക്കാൻ കഴിയില്ല എന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവൂല. അല്ലാഹു സുബ്ഹാനഹു തആല ഖാദിറുൻ, അതിനെല്ലാം കഴിയുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ പഠിപ്പിക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഹദീസുകളും അതേപോലെ ഈ ആയത്തുകളും ഒക്കെ ചേർത്ത് വെക്കുമ്പോൾ ഇത്തരത്തിൽ പരലോകത്ത് അത് സംഭവ്യമായിരിക്കും എന്ന് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സത്യനിഷേധികളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സാഫാത്തിലും പറയുന്നതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, വഹ്ശറൽ ലദീന ളലമു, അക്രമം ചെയ്തവരായുള്ള ആളുകൾ, അതേപോലെ തന്നെ വഅസ്വാജുഹും, അവരുടെ സമാന രീതിയിൽ കുറ്റം ചെയ്തവരായ അവരുടെ ഇണകളും, വമാ കാനു യഅ്ബുദൂൻ, അവർ ആരാധിച്ചിരുന്നവയെയും എല്ലാം തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക. ആരാധിച്ചിരുന്നവർ എന്ന് പറഞ്ഞാൽ മിൻ ദൂനില്ല, അല്ലാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെട്ടിരുന്ന ആരാധ്യ വസ്തുക്കളും അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുമെന്നാണ്. ഫഹ്ദൂഹും, എന്നിട്ട് അള്ളാഹു മലക്കുകളോട് പറയും, നിങ്ങൾ അവരെ നയിച്ചു കൊണ്ടുപോവുക ഇലാ സിറാത്തിൽ ജഹീം, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ പാതയിലേക്ക് നിങ്ങൾ അവരെ നയിച്ചു കൊണ്ടുപോവുക. എന്നിട്ട് വഖിഫൂഹും, ആ നരകത്തിന്റെ വക്കിലെത്തുമ്പോൾ നിങ്ങൾ അവരെ നിർത്തുക. ഇന്നഹും മസ്ഊലൂൻ, എന്നിട്ട് ചില കാര്യങ്ങൾ അവർ ചോദിക്കപ്പെടുവാനുണ്ട്. മാലക്കും ലാ തനാസറൂൻ, എന്നിട്ട് ആ മനുഷ്യർ ചോദിക്കപ്പെടുമെന്നാണ്. മാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി? ലാ തനാസറൂൻ, നിങ്ങൾ പരസ്പരം സഹായിക്കുന്നില്ലേ എന്നവരോട് ചോദിക്കുമെന്നാണ്. ബൽ, എന്നാൽ ഹുമുൽ യൗമ, അവർ ഇന്നേ ദിവസം മുസ്തസ്ലിമൂൻ എന്നാണ്, അവർ കീഴടങ്ങിയവരായിരിക്കും, പരിപൂർണമായും അവർ ഒതുങ്ങിയവരായിരിക്കും, അവർക്ക് യാതൊരു സഹായവും പരസ്പരം നൽകുവാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്രകാരം വളരെ നിന്ദ്യകരമായ രീതിയിലായിരിക്കും അള്ളാഹുവിനെ നിഷേധിച്ചവരും അള്ളാഹുവിൽ പങ്കുചേർത്തവരുമായ ആളുകളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് എന്നാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു 23-ാമത്തെ വചനത്തിൽ, ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ, പറയുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ചിന്തകളും എല്ലാം ഏർപ്പെടുത്തി തരികയും ചെയ്തവൻ, കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ്. ഖുൽ, പറയുക പ്രവാചകരെ, ഹുവല്ലദീ, അവനാകുന്നു, അൻശഅകും, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ, അല്ലെങ്കിൽ സൃഷ്ടിപ്പ് തുടങ്ങിയത് അല്ലാഹുവാണ്. വജഅല ലക്കും, നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചു തരികയും ചെയ്തവൻ. എന്തൊക്കെയാണ് നിശ്ചയിച്ചത്? സമഅ, കേൾവിയും, വൽ അബ്സാറ, കാഴ്ചകളും, വൽ അഫ്ഇദത, ഹൃദയങ്ങളും അഥവാ ചിന്തകളുമെല്ലാം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചു തരികയും ചെയ്തവൻ അല്ലാഹുവാണ്. ഖലീലൻ മാ തശ്കുറൂൻ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ്. ഖുൽ ഹുവല്ലദീ അൻശഅകും എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് ആവശ്യപ്പെടാൻ, പ്രവാചകരെ, താങ്കൾ മനുഷ്യകുലത്തിന് പറഞ്ഞു കൊടുക്കുക, അവർ ചെയ്യുന്ന ശിർക്കിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. അമറ നബിയഹു അയ്യുഅദ്ദിഫഹും ഖുബഹ ശിർകിഹിം മഅതിറാഫിഹിം ബിഅന്ന അല്ലാഹ ഖലഖഹും, അല്ലാഹുവാണ് അവരെ സൃഷ്ടിച്ചത് എന്ന ബോധം അവർക്കുണ്ടായിരിക്കെ പിന്നെയും അവർ ചെയ്യുന്ന ഈ തെമ്മാടിത്തരം, ഈ വേണ്ടാത്തരം, അത് അത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന രീതിയിൽ പ്രവാചകരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഇബ്തദഅ ഖൽഖകും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചു തുടങ്ങിയത്. ബഅദ അല്ലം തകൂനു ശൈഅൻ മദ്കൂറ, പറയപ്പെടാൻ മാത്രം നിങ്ങൾ ഒന്നുമായിരുന്നില്ല, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടുവന്നവൻ, വളർത്തിക്കൊണ്ടുവന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ് എന്നാണ്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, കേൾവിയും കാഴ്ചയും ചിന്തിക്കുവാനുള്ള കഴിവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയാണ് നിങ്ങൾക്ക് തന്നത്. അൽ ഉഖൂൽ വൽ ഇദ്റാക്, മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുവാനും ഒക്കെയുള്ള കഴിവ്
അത് നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നിങ്ങൾ നന്ദി ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു ഖലീലൻ മാ തശ്കുറൂൻ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ്. അഥവാ ഐ മാ ഖല്ല തസ്തഅമിലൂന ഹാദിഹിൽ ഖുവല്ലതി അൻഅമ അല്ലാഹു ബിഹാ അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമേ നന്ദിയായിട്ടുണ്ടായിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നന്ദി ചെയ്യുന്നുള്ളൂ എന്നാണ്. അള്ളാഹ്ക്ക് നന്ദി ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫിത്വാഅതിഹി, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ്. വംതിസാലി അവാമിരിഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കലാണ്. വതർക്കി സവാജിരിഹി, അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും ജീവിതം നയിക്കലാണ്. ഈ രൂപത്തിലാണ് മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കാണിക്കേണ്ടത് എന്നാണ്. ശേഷം 24-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർദി വഇലൈഹി തുഹ്ശറൂൻ, പറയുക പ്രവാചകരെ, അവനാണ് നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചു വളർത്തിയവൻ, അവങ്കലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഖുൽ, പറയുക പ്രവാചകരെ, ഹുവല്ലദീ, അവനാകുന്നു, ദറഅകും, നിങ്ങളെ സൃഷ്ടിച്ചു വളർത്തിയവൻ, ഫിൽ അർദി, ഭൂമിയിൽ വെച്ചുകൊണ്ട്, വഇലൈഹി, അവനിലേക്കാണ്, തുഹ്ശറൂൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നത് എന്നാണ്. അഥവാ ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർദി എന്ന് പറഞ്ഞാൽ ഐ ബസ്സകും വനശറകും ഫി അഖ്താരിൽ അർദി വഅർജാഇഹാ, ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിങ്ങളെ വിഹരിക്കുവാൻ വിട്ടുതന്നവൻ, നിങ്ങളെ വ്യാപിപ്പിക്കുകയും ചെയ്തവൻ, അതെല്ലാം അല്ലാഹു ആകുന്നു. മഅഖ്തിലാഫി അൽസിനതികും ഫീ ലുഗാതികും വഅൽവാനികും വഹലാകും വഅശ്കാലികും വസുവരികും, നിങ്ങളുടെ രൂപങ്ങളും ഭേദങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഷകളും നിറങ്ങളും എല്ലാം വ്യത്യസ്തമാക്കിക്കൊണ്ട് നിങ്ങൾ തിരിച്ചറിയുന്ന രൂപത്തിൽ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമൊക്കെ ആയിക്കൊണ്ട് നിങ്ങളെ സൃഷ്ടിച്ച് ഭൂമിയിൽ വ്യാപിപ്പിച്ചവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ചോദിക്കുകയാണ്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ശേഷം പറഞ്ഞു ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്, നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ സന്നിധിയിലായിരിക്കുമെന്നാണ്. അഥവാ തുജ്മഊന ബഅദ ഹാദ തഫറഖു വത്തശാത്ത്, ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചെയ്തതെന്നും അതേപോലെ തന്നെ ഈ രീതിയിൽ ഭൂമിയിൽ നിങ്ങളെ വിഹരിക്കുവാൻ വിട്ടുതന്നുകൊണ്ടുമൊക്കെ അവസാനം നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് മടക്കപ്പെടുന്നത് ആ രക്ഷിതാവിന്റെ പക്കലിലേക്കായിരിക്കും. യജ്മഉകും കമാ ഫറഖകും, നിങ്ങൾ വേർപിരിഞ്ഞതുപോലെ നിങ്ങൾ ഒരുമിച്ച് ചേരുന്നതായിരിക്കും. വയുഈദുകും കമാ ബദഅകും, നിങ്ങൾ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടക്കപ്പെടുന്നതായിരിക്കും എന്നാണ്. അങ്ങനെ അവസാനം നിങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് തന്നെ എത്തിപ്പെടുന്നതായിരിക്കും. എണ്ണിയാലൊടുങ്ങാത്ത അത്രയും അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളും മനുഷ്യർക്ക് നൽകിയ മനുഷ്യരുടെ സൃഷ്ടാവിനെ നിഷേധിക്കുവാനും ധിക്കരിക്കുവാനും അവനോട് അനുസരണക്കേട് കാണിക്കുവാനും ഒക്കെയാണ് മനുഷ്യരിലെ ഭൂരിഭാഗം ആളുകളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നവരായും അള്ളാഹുവിനെ അനുസരിക്കുന്നവരായും വളരെ കുറച്ചു പേർ മാത്രമേ ഭൂമിയിൽ വസിക്കുന്നവരായിട്ടുള്ളൂ എന്നാണ്. പ്രത്യേകിച്ച് ലോകാവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരിൽ നന്ദി ചെയ്യുന്നവരുടെ എണ്ണം വളരെ തുലവും തുച്ഛമായി കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. ഇനി നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നന്ദി ചെയ്യുന്നതിന്റെ എണ്ണവും വളരെ കുറച്ച് മാത്രമായി കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം അള്ളാഹുവിലേക്ക് അടുക്കുവാനും അവന്റെ വിധിവിലക്കുകൾ പാലിക്കുവാനും ദീനിയായി ജീവിക്കുവാനും അപ്രകാരം നന്ദിയുള്ള അടിമകളിൽ ഉൾക്കൊള്ളുവാനും എപ്പോഴും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. മതം പഠിക്കണം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, ദീനിനെ മനസ്സിലാക്കണം, ദീനിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കണം. വ്യത്യസ്ത തരത്തിലുള്ള ജീവിത മാർഗങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോഴെല്ലാം കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന ദീനിന്റെ മാർഗനിർദ്ദേശങ്ങൾ അത് നെഞ്ചോട് ചേർത്ത് വെക്കാൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് എപ്പോഴും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏതെല്ലാം സന്നിഗ്ധഘട്ടങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നാലും, എത്രയെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും, എത്രയൊക്കെ ഞെരുക്കങ്ങൾ ഉണ്ടായാലും ശരി, ദീനിനനുസൃതമായി കൊണ്ട് ജീവിക്കാൻ എപ്പോഴും നമ്മൾ ഒരു കണിശത പാലിക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ദീനിയായിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.
വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.